So welcome back to our channel CTech, a K2 tuition for computer science students. So നമ്മൾ നോക്കാൻ പോകുന്നത് K2 SYCSE ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. അതിൻ്റെ കോഴ്സ് കോഡ് വന്നിട്ട് CST 303 ആണ്. സോ നമ്മുടെ സെമസ്റ്റർ 5 ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേപ്പറാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് CN. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. സോ നമുക്ക് നോക്കാം ഫസ്റ്റ് മൊഡ്യൂൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? The set of devices nodes connected by a communication link. So computer നെറ്റ്വർക്കിനെ നമുക്ക് സിംപ്ലി പറയാം it is a set of devices. ഒരു സെറ്റ് ഓഫ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നോഡ് കണക്റ്റഡ് ബൈ എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. ഒരു ലിങ്ക് വഴി രണ്ട് ഡിവൈസസിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡിവൈസസിനെ കണക്ട് ചെയ്തതിന് നമുക്ക് എന്തെന്ന് പറയാം? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു നോഡ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ആവാം, ഒരു പ്രിൻ്റർ ആവാം, അല്ലെങ്കിൽ ഏതൊരു ഡിവൈസും ആവാം. ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്നത് ഏതൊരു ഡിവൈസിലോട്ടും ആകാം. ആ ലിങ്ക് എന്ന് പറയുന്നത് എന്താകാം? ആ ലിങ്ക് നമുക്കൊരു കേബിൾ വഴിയോ അല്ലെങ്കിൽ എയറോ ഒപ്റ്റിക്കൽ ഫൈബറോ ഏത് ഒരു ലിങ്ക് ഏതൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. The computer network is an interconnected collection of computers. നമുക്ക് പറയാം ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡിവൈസസ് തമ്മിൽ നമുക്കൊരു കണക്ഷൻ ത്രൂ എ കേബിൾ ഓർ ത്രൂ എ ലിങ്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ, അതായത് അത് തമ്മിൽ എന്തായിരിക്കും? കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ആയിരിക്കും. ഓക്കെ, ദേ ആർ ഇന്റർകണക്റ്റഡ് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Two computers are interconnected if they are able to exchange information. മനസ്സിലായോ? സോ ഇപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ, ഇതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് അല്ലേ? രണ്ട് കമ്പ്യൂട്ടർ ആയാലും രണ്ട് കമ്പ്യൂട്ടർ തമ്മിലൊരു ലിങ്ക് വഴി നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കമ്പ്യൂട്ടർ ഒരു നോഡാണ്, ഇതൊരു നോഡാണ്. സോ രണ്ട് നോഡുകളെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നോഡുകളെ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തെന്ന് പറയാം? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയതുകൊണ്ട് അതെന്താണ്? ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും ഇന്റർ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, നമുക്കിനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ മെയിൻ യൂസസ് ആണ്. എന്തിനാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്ന് ഈ ബിസിനസ് ആപ്ലിക്കേഷൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ബിസിനസ് ആപ്ലിക്കേഷൻ. കാരണം റിസോഴ്സ് ഷെയറിങ് ആയാലും ഇമെയിലിംഗ് അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫറിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഓഫീസ് വർക്ക്സിന് എല്ലാം നമുക്ക് പ്രിൻ്റർ ആയാലും എല്ലാം എന്താണ് മെയിൻലി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. സോ ബിസിനസ് ആപ്ലിക്കേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. സെക്കൻഡ് വൺ ഹോം അപ്ലയൻസസ്. ഹോം ആപ്ലിക്കേഷൻസിൽ മെയിൻലി എന്തൊക്കെയാ പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞ ഇമെയിൽ, മെസ്സേജിങ്, വീഡിയോ കോൾ, ചാറ്റിംഗ്, ഇതെല്ലാം എന്താണ്? പേഴ്സൺ ടു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ഓൾസോ ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെക്സ്റ്റ് വരുന്നത് ആക്സസ് ടു റിമോട്ട് ഇൻഫോർമേഷൻ. അതായത് നമ്മൾ ഓൺലൈൻ ന്യൂസ് പേപ്പർ, ഡിജിറ്റൽ ലൈബ്രറി, ബ്രൗസിംഗ്. ഈ ബ്രൗസിംഗ് ഒക്കെ എങ്ങനെയാണ്? യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കേഷൻ. ഇൻട്രാക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ്, അത് ഓൺലൈൻ ഗെയിംസ്, TV ചാനൽസ്, ലൈവ് TV, ഇതൊക്കെ എന്താണ്? ഓൾസോ ഐ എം പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ഇ-കൊമേഴ്സ്, ഓൾസോ ഹോം ഷോപ്പിംഗ്, ഓൺലൈൻ പേയ്മെൻറ്റ്സ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ പറയുന്നത് എന്താണ്? മൊബൈൽ വിത്ത് ഇൻ്റർനെറ്റ്. മൊബൈൽ യൂസേഴ്സാണ് ഏറ്റവും വലിയ നമുക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻലി ആദ്യം തന്നെ മനസ്സിൽ വരുന്ന യൂസാണ് എന്ത്? നമ്മുടെ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഇസ് ആപ്ലിക്കേഷൻ ഓഫ് മൊബൈൽ നെറ്റ്വർക്കിംഗ്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ജസ്റ്റ് നോക്കാം. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഡിസഡ്വാൻറ്റേജസ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനുള്ളത്? മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യും. അതേപോലെ അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷനും കൂടും. അതേപോലെ ഇറ്റ് അലൗസ് മോർ കൺവീനിയൻറ്റ് ആൻഡ് റിസോഴ്സ് ഷെയർ. നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഫാസ്റ്റർ ടൈമിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും ഇല്ലേ? അതിൻ്റെ സ്പീഡാണ് മെയിൻലി വരുന്നത്. ടൈമാണ്, ടൈമിൻ്റെ ഒരു ടൈം എഫിഷ്യൻസിയാണ്. പിന്നെ ഒരു സ്പീഡാണ്. പിന്നെ സെക്യൂരിറ്റി. ഓൾസോ ഇറ്റ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. ഓക്കെ, അതേപോലെ നമ്മൾ പണ്ടൊക്കെ ഒരു ഫയലൊക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് വഴിയാണ് ഫയൽ ഷെയറിംഗ് ഒക്കെ ഈസിയർ ആയത്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ ഉള്ളത് പ്രൈവസി ഇഷ്യൂസിൽ ഡിസഡ്വാൻറ്റേജ് വരാം. പിന്നെ സെക്യൂരിറ്റി ഡിഫിക്കൽട്ടീസ്,
പിന്നെ കമ്പ്യൂട്ടർ വൈറസ് അല്ലെങ്കിൽ മാലവെയറോ എന്തെങ്കിലും ഒരു വൈറസ് ഇൻഫെക്റ്റ് ആവുന്നത്, പിന്നെ ഫെയിലിയർ ഓഫ് സെർവർ ഡൗൺ ആവുന്നത്, പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ്റെ കോസ്റ്റ്, പിന്നെ പ്രോപ്പർ ആൻഡ് കെയർഫുൾ മെയിൻ്റെനൻസ്. ഇതൊക്കെയാണ് മെയിൻ വരുന്ന ഡിസഡ്വാൻറ്റേജ്. സോ മോർ ഓവർ ഡിസഡ്വാൻറ്റേജിനെയും കാട്ടി കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് ഓവറോൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റി.